ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. വാർത്തകൾ വിശദമായി. കുടിവെള്ള വിതരണം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. പ്രതിഷേധവുമായി മാതുരുത്തിക്കടവ് നിവാസികൾ. ഒരു പ്രദേശം കുടിവെള്ളത്തിനായി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. നിരവധി പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും വാഗ്ദാനങ്ങളല്ലാതെ പ്രശ്നത്തിന് പരിഹാരം മാത്രമില്ല. വെള്ളം കിട്ടാണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? 700 കൊടുത്ത് വെള്ളം അടുപ്പിക്കാൻ തരവില്ലാണ്ടാണ് ഇന്ന് പണി കളഞ്ഞാണ് ഈ വന്നിരിക്കുന്നത്. ഇത്രയും ജനങ്ങൾ എല്ലാവരുടെ കുടുംബത്തും പണിയെടുത്തിട്ടാണ് ജീവിക്കാൻ. ഞങ്ങൾക്ക് ആർക്കും സ്വത്തുള്ളവരില്ല. കാരണന്മാരെ സമ്പാദിച്ച് വെച്ചിട്ടില്ല ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും പാവങ്ങളും മരുന്നും മേടിക്കണം. 700 രൂപ 1000 ഉറുപ്പിക മരുന്നും മാസത്തിൽ മേടിക്കണം. അതൊക്കെ മേടിക്കാൻ തരവില്ല ഞങ്ങൾക്ക്. ഈ വെള്ളം അടുപ്പിക്കാൻ വേണ്ട കാശ്. എത്ര നാളായി ഞങ്ങൾ ഇങ്ങനെ നടക്കണത്? ഓരോ ഇതിനും വന്ന് പറയും, ഞങ്ങളോട് പറയും നിങ്ങൾ സമാധാനമായിട്ട് പോയിക്ക, ഇന്നതേ വെള്ളം വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എവിടെ വരണേ? ഈ 2 കുടം വെള്ളം കിട്ടിയോണ്ട് ഞങ്ങളുടെ ജീവിതം കഴിയുക. എല്ലാവർക്കും വന്നില്ല അന്ന്. ഈ രാത്രി 2 മണി തുടങ്ങി ഇരുന്നിട്ട് 6 മണിയാവുന്ന ഇരുന്നിട്ട് 2 കുടം വെള്ളം കിട്ടിയോണ്ട് എന്ത് കഴിയും? എങ്ങനെ ചെയ്യും? ഞങ്ങൾ ജീവിക്കണം. അപ്പുറത്തെ 10ാം വാർഡിൽ ഈ മെമ്പർ വാർഡിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഈ 11ാം വാർഡിലേക്കാണ് വെള്ളം വരാത്തത്. ഏത് മെമ്പർ എന്തായിട്ടുള്ള കാര്യം? മെമ്പറിന് ഒന്നറിഞ്ഞൂടെ? ഇവിടുത്തെ മെമ്പറിനെ പുറത്താക്കഞ്ഞി. മെമ്പർ വേണ്ട ഞങ്ങൾക്ക്. ഈ മെമ്പർ വേണ്ട, വേറെ മെമ്പറെ നിർത്തി. ഞങ്ങൾ ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് എന്താണ് കാര്യം? ഒരു കാര്യത്തിനും വരില്ല. ഇത്ര നല്ല പരിപാടി, കുട്ടികളുടെ പരിപാടി നടന്നിട്ട് ഈ മെമ്പറും കൂടെ ഒന്നും എത്തിച്ചു വെക്കില്ല. എന്നിട്ടാണ് ഈ മെമ്പർ വേണ്ട, വേറെ മെമ്പറെ നിർത്ത്. എല്ലാവർക്കും വന്നിട്ടും പറയണത് നിങ്ങൾ പോയിക്ക, ധൈര്യപ്പെട്ട് പോയിക്ക. അവിടെ ചാടി മറിഞ്ഞ് വരുമ്പല്ല എവിടെ വരണ എങ്ങും വരണില്ല. ഈ 2 കുട 1 കുട ഇതൊക്കെ കിട്ടിയിട്ട് എന്താണ് കാര്യം? എങ്ങനെ ജീവിക്കും ഞങ്ങൾ? ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ കോതപറമ്പ് മാതുരുത്തിക്കടവ് പ്രദേശവാസികളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശുദ്ധജലത്തിനായി അധികൃതർക്ക് മുന്നിലെത്തുന്നത്. വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. കുടിവെള്ളവും വീട്ടാവശ്യത്തിനുള്ള വെള്ളവും ഇന്നും കാശ് കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലാണ് ഇവിടുത്തുകാർ. കഴിഞ്ഞ തവണ അധികൃതർ പറഞ്ഞ വാക്ക് വെള്ളത്തിൽ വരച്ച വരകണക്കെ പാലിക്കപ്പെടാതായപ്പോഴാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ സമരവുമായി എത്തിയത്. നമുക്ക് നാട്ടിൽ നിന്ന് നമുക്ക് 5 ദിവസമാണ് ശ്രീനാരായണപുരം പഞ്ചായത്തിന് വെള്ളം അടിക്കുന്നത്. ഈ 5 ദിവസം അടിക്കുമ്പോൾ 3-ോ 4-ാമത്തെ ദിവസം മാത്രമാണ് അറ്റത്തേക്ക് വരെ വെള്ളത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തേക്ക് എത്താൻ കുറച്ചുകൂടി സമയം എടുക്കുന്നതാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. അപ്പോൾ ആ ദിവസം ആകുമ്പോഴത്തേനും വെള്ളം ശക്തിയില്ലാണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ ഇവിടത്തേക്കുള്ള വെള്ളം ക്ലോസ് ചെയ്തിട്ട് 3 ദിവസം ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ അവിടത്തേക്ക് വെള്ളം വരുത്തും. അപ്പോൾ വെള്ളിയാഴ്ച ആവും പക്ഷെ നിങ്ങൾക്ക് വെള്ളം കിട്ടുമ്പോൾ, കാരണം അവരുടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ വർക്ക് തിങ്കളാഴ്ചയാണ് തീരുള്ളൂ. തിങ്കളാഴ്ച രാത്രിയാണ് വെള്ളം അടിക്കാൻ തുടങ്ങുള്ളൂ. തിങ്കളാഴ്ച രാത്രി വെള്ളം അടിക്കാൻ തുടങ്ങിയാൽ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴുകി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അവിടേക്ക് വെള്ളം എത്തുള്ളൂ. ഇപ്പോൾ നാളെ 5-ാം പരത്തിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് നിങ്ങളുടെ അവിടേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് 5-ാം പരന്ന് ഒരു പുതിയ പൈപ്പ് NH ക്രോസ് ചെയ്തിട്ട് നമ്മുടെ കിഴക്ക് ഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി അവർ പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിഡിൽ ഭാഗം ചെയ്യേണ്ടത് നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേയുടെ അംഗീകാരം കിട്ടണം. അത് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ചെറിയൊരു താമസം വരണേ. അപ്പോൾ 30-ാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്. അതിൽ വെച്ചിട്ടൊരു ഭരണസമിതി തീരുമാനം എടുത്ത് നാഷണൽ ഹൈവേക്ക് നേരിട്ട് ഭരണസമിതി അംഗങ്ങൾ തന്നെ പോയി അവരോട് സംസാരിച്ചത് ശരിയാക്കാം. അപ്പോൾ എന്തായാലും നമുക്കറിയാലോ, ഒരു വർക്ക് തുടങ്ങുമ്പോൾ എന്തായാലും അതിനൊരു ചെറിയൊരു താമസം ഉണ്ടാവും. ആ താമസം നിങ്ങളൊന്ന് ക്ഷമിച്ചിരിക്കുക. അപ്പോൾ അത് പണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ പൈപ്പുകൾ സാധാരണ കിട്ടുന്ന പോലെ വെള്ളം കിട്ടും. ജലജീവൻ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഈ പൈപ്പിൻ്റെ പണി കഴിഞ്ഞാൽ തന്നെ വാട്ടർ അതോറിറ്റി അത് സ്വന്തം റിസ്കിൽ ചെയ്യുകയാണ്. അവരിപ്പോൾ അനുമതി പോലും കിട്ടാണ്ട് നിങ്ങളുടെ ഒരു വെള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ പേഴ്സണൽ റിസ്ക് എടുത്തിട്ട് അത് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം കൂടി ഞങ്ങളോട് പറഞ്ഞു, 2 ദിവസത്തിനുള്ളിൽ ഈ കണക്ക് ഞങ്ങൾ മാഡം പറഞ്ഞ ഞാൻ കേട്ടിരുന്നില്ല. ഒന്നും മിണ്ടില്ല. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ മാഡം കേക്ക്
ഞങ്ങളോട്. സംഭവം അറിഞ്ഞെത്തിയ പോലീസും പഞ്ചായത്ത് അധികൃതരും സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും അധികൃതരുടെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാൻ സമരക്കാർ തയ്യാറായിരുന്നില്ല. വാട്ടർ അതോറിറ്റി അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. രാവിലെ ആരംഭിച്ച പ്രതിഷേധ സമരം ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനിക്കുമ്പോൾ അധികൃതർ തന്ന വാക്കിൽ വീണ്ടും വിശ്വാസമർപ്പിച്ച് അവർ മടങ്ങി. 2 ദിവസത്തിനുള്ളിൽ വെള്ളം വന്നിരിക്കുമെന്ന ഉറപ്പിന്മേൽ തിരികെ വീടുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവർ. താജുദ്ദീൻ, ഗിരീഷ്, സുരേഷ്, തുളസി, സുലോചന, ജയന്തി, നിമിഷ എന്നിവർ നേതൃത്വം നൽകി. പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറയട്ടെ, കാരണം കൂടി ഞാൻ പറയട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ 4 വർഷമായി ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ട്. ഈ 4 കൊല്ലവും കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. അല്ല, അതാണ് ഞാനും ചോദിക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഇവർക്ക് ചെയ്തത്? വാട്ടർ അതോറിറ്റിയുടെ നല്ല നസ്തിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈവേക്കാർ പണി തുടങ്ങുന്നതിന് മുൻപും കോതപ്പറമ്പ് ഗോതുരുത്ത് ഭാഗത്ത് വെള്ളം കിട്ടിയിരുന്നില്ല. 3-4 വർഷമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. വെള്ളം മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെയാണെങ്കിൽ ഹൈവേയുടെ ഭാഗത്തുനിന്ന് ഓരോ തീരുമാനം പറയുമ്പോഴും ഇന്ന് വാട്ടർ അതോറിറ്റിക്കാർ പറയണതല്ല നാളെ പറയാറ്, നാളെ പറയണതല്ല ഹൈവേക്കാരും പറയണത്. അതുകൊണ്ട് ഇത്ര നാളും ജനങ്ങളൊപ്പം സമരത്തിന് മുൻപന്തിയിലില്ലെങ്കിലും പിന്നെ കൂടെ അതല്ല ഞാൻ പറയട്ടെ, സുരേഷ് ഏട്ടൻ പറയുന്നത് കേൾക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുൻപന്തി നിൽക്കാത്ത കാര്യം ഞാൻ പറഞ്ഞു തരാം. ഔദ്യോഗികമായിട്ട് എല്ലാ മേഖലകളിലും കയറി ഇറങ്ങുമ്പോൾ കളക്ടർ ചേംബറിൽ MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും കൂടി യോഗം നടക്കുന്ന സമയത്ത് ഞാനും ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ്, വെറും വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്കല്ല അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചിട്ടാണ് ഇത്ര നാളും നമ്മൾ പോന്നിരുന്നത്. ഏപ്രിൽ 30-ാം തീയതി കൃത്യമായിട്ടും ഈ പൈപ്പ് പണി കഴിച്ച് വെള്ളം തരാം എന്ന് തന്നെയാണ് ഹൈവേക്കാരും വാട്ടർ അതോറിറ്റിക്കാരും പഞ്ചായത്ത് പ്രസിഡന്റിനും MLAക്കും ഉറപ്പ് കൊടുത്തിരുന്നത്. ഈ ഏപ്രിൽ 30-ാം തീയതി ആയിട്ടും ഇതിനൊരു എനക്കില്ലാണ്ടായപ്പോൾ ഞങ്ങൾ പിന്നെയും കളക്ടർ മീറ്റിംഗ് വെച്ചു.